തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാക്കളുടെ അവസ്ഥ കുറച്ച് പ്രശ്നമാണ്. എല്ലാവർക്കും ഒരു കഷ്ടകാലമാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് ലീഡേഴ്സ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആർക്കും കാര്യമായിട്ടൊരു ഇമേജ് ഒന്നുമില്ല. ആര്യ മാഡത്തിൻ്റെ വൻ വീഴ്ച നമുക്ക് മുമ്പിലുണ്ട്. കോർപ്പറേഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഇനിയിപ്പം പറയേണ്ട സാഹചര്യമില്ല. പിന്നെ ബാക്കിയുള്ള ലീഡേഴ്സ് ആണെങ്കിലും എല്ലാം ഒരേ രീതിയിൽ ഇതേപോലെയുള്ള ഇമേജ് ഉള്ള ആളുകളാണ്. കാര്യമായിട്ട് ഇമേജ് ഉള്ള ലീഡേഴ്സ് ഒന്നുമില്ല. പിന്നെ റഹീം ആണെങ്കിൽ എപ്പോഴും എയറിലാണ് പല പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് അതിവിടെ സംസാരിക്കേണ്ട വിഷയമല്ല. പക്ഷേ VK പ്രശാന്ത് ആയിരുന്നു തമ്മിൽ ഭേദം. കാരണം ഒരു നന്മമരം എന്നുള്ള രീതിയിൽ ഒരു ജനപ്രതിനിധി, ആ ഒരു ഇമേജ് കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ VK പ്രശാന്തിന് സാധിച്ചിട്ടുണ്ട്. PR വർക്ക് വഴിയാണ് ഈ രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമേജും ഇപ്പോൾ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനിടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. VK പ്രശാന്ത് ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ആ ഒരു വിഗ്രഹം ഉടഞ്ഞിരിക്കുന്നു. വട്ടിയൂർക്കാവ് MLA എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ഉടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് പ്രശാന്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ശരിക്കും വളരെ മാന്യമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ശ്രീലേഖ കൗൺസിലർ എന്നുള്ള നിലയിൽ തനിക്ക് വ്യക്തമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രശാന്തുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ സൗഹൃദത്തിന് പുറത്താണ് വളരെ താഴ്മയോടെയാണ് അവർ പ്രശാന്തിനോട് ഈ ഓഫീസിലെ പ്രശ്നങ്ങളും പറ്റുമെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു തരണം, സമയമെടുത്ത് മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു രാഷ്ട്രീയ അവസരമാക്കി മുതലെടുത്ത് അതിനെ ഒരു വക്രീകരിച്ച് തൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ടൂളായിട്ട് പ്രശാന്ത് മാറ്റി എന്നുള്ള. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിൻ്റെ എതിരാളിയായിട്ട് ശ്രീലേഖ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ എങ്ങനെയെങ്കിലും ഡീഫെയിം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ അമിത ആവേശത്തിലാണ് ആ വാർത്ത മാധ്യമങ്ങളോട് പറഞ്ഞതും. അതുകൂടാതെ തന്നെ അഹങ്കാരമാണ്, ശ്രീലേഖയ്ക്ക് ധിക്കാരമുണ്ടായെന്നൊക്കെ പറഞ്ഞ് ഇതിനെ വേറൊരു തലത്തിലേക്ക് ഈ നെഗറ്റീവ് കൊണ്ടുപോകാൻ പ്രശാന്ത് ശ്രമിച്ചു. പക്ഷേ പ്രശാന്തിൻ്റെ കയ്യിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശാന്തിൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്നുള്ളത് പ്രശാന്ത് മനസ്സിലാക്കി. കാരണം ഇത്രയും അധികം ലക്ഷങ്ങളോളം ശമ്പളം വാങ്ങുന്ന എലവൻസുകൾ എന്നുള്ള രീതിയിൽ ലഭിക്കുന്ന VK പ്രശാന്താണ് ഈ രീതിയിലുള്ള ഒരു അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ഗവൺമെൻറ് കെട്ടിടം, കോർപ്പറേഷൻ കെട്ടിടം ദുരുപയോഗം ചെയ്ത് അവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ MLAക്ക് സാധാരണഗതിയിൽ ഒരു നല്ല ഓഫീസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ മുൻ കൗൺസിലറുടെ ഓഫീസ് കയ്യേറിയിട്ടാണ് 872 രൂപ മാത്രം കൊടുത്തുകൊണ്ട് MLA ഇവിടെ ഓഫീസ് പ്രവർത്തിച്ചത്. അതും ശാസ്തമംഗലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പോഷായ ഏരിയകളിലൊന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 രൂപയെങ്കിലും വാടക കോർപ്പറേഷന് ലഭിക്കേണ്ട ഒരു കെട്ടിടത്തിലാണ് പ്രശാന്ത് തൻ്റെ ഓഫീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല. അതുമാത്രമല്ല, VK പ്രശാന്തിന് MLA ഹോസ്റ്റലിൽ 2 മുറികൾ, 31-32 മുറികൾ ഉണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാതെയാണ് ഈ കൗൺസിലറുടെ ഓഫീസ് കയ്യേറിയിട്ട് കൗൺസിലറെ വെറും ഒരു കുടിസുമുറിയിലേക്ക് മാറ്റി ഫയൽ ബാത്റൂമിൽ വെക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടും യാതൊരു ദയയുമില്ലാതെ അവിടെ തുടരുന്നത്. അപ്പോൾ ഇത് തീർത്തും ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഓഫീസ് എലവൻസ് ആയിട്ട് മാത്രം ഏതാണ്ട് 30,000-നടുത്ത് രൂപ പ്രശാന്തിന് ലഭിക്കും. പക്ഷേ എന്നിട്ടാണ് VK പ്രശാന്ത് 872 രൂപ നൽകി കൗൺസിലറുടെ ഓഫീസ് കയ്യേറി അവിടെ കുടിയിരിക്കുന്നത്. ശാസ്തമംഗലം കൗൺസിലർ എന്നുള്ള നിലയിൽ തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സൗഹാർദ്ദപരമായിട്ട് സൗഹൃദത്തിൻ്റെ പുറത്ത് VK പ്രശാന്തിനോട് ശ്രീലേഖ പറഞ്ഞത്. അതൊരിക്കലും ഒരു ധിക്കാരത്തിൻ്റെ ഒരു പുറത്തൊന്നുമല്ല അവർ പറഞ്ഞിരിക്കുന്നത്. ആ ടോണിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അതിനുശേഷം പ്രശാന്തിനെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അത് നിരാകരിക്കേണ്ടതാണ്. ഞാൻ വളരെ സൗഹാർദ്ദപരമായിട്ടാണ്, എൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്താണ്, ഒരു അനിയനെ പോലെ കാണുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പെട്ടെന്ന് വേണമെന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചതെന്ന് ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതേ രീതിയിലല്ല ശ്രീലേഖ ധിക്കാരത്തിൻ്റെ പുറത്താണ് പറഞ്ഞിരുന്നെങ്കിൽ പ്രശാന്ത് അവരുടെ മുമ്പ് വെച്ച് തന്നെ അത് നിരാകരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. പ്രശാന്തിൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ടായ മാറ്റം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഒരു എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ പോലെയാണ് VK പ്രശാന്ത് ശ്രീലേഖയ്ക്ക് മുമ്പിൽ പെരുമാറിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആ ഒരു വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സാഹചര്യം എന്നുള്ളത്. കാരണം MLAയുടെ ഓഫീസ് കടന്നിട്ട് വേണം ആ ഒരു കുടിസുമുറിയിലേക്ക്, കൗൺസിലറുടെ ഓഫീസിലേക്ക് പോകാൻ. ഓഫീസൊന്നും പറയാൻ പറ്റില്ല, ആ ചെറിയ മുറിയിലേക്ക് പോകാൻ. ബാത്റൂമിൽ ഫയലുകൾ വെക്കേണ്ട ഒരു സാഹചര്യം. കാരണം മുമ്പത്തെ കൗൺസിലർ മധുസൂദൻ നായർ അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ആ നാട്ടുകാരനാണ്.
ഓഫീസുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ ഓഫീസ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ആർ ശ്രീലേഖയെ സംബന്ധിച്ച് അത് ഒരിക്കലും നടക്കില്ല. ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാത്തൊരു സംവിധാനത്തിൽ എങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കും എന്നുള്ള അവരുടെ ചോദ്യം വളരെ ജെന്യൂൻ ആയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ ആ സ്പിരിറ്റിൽ എടുക്കാതെ അതിനൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനാണ് വി കെ പ്രശാന്ത് ശ്രമിച്ചത്. സത്യത്തിൽ വി കെ പ്രശാന്തിൻ്റെ ഈ അതിബുദ്ധി അല്ലെങ്കിൽ CPM നടത്തിയ ഈ അതിബുദ്ധി അവർക്കെതിരെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ബൂമാറാങ് പോലെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ആർ ശ്രീലേഖയുടെ ഇമേജ് എങ്ങനെയെങ്കിലും ടാർണിഷ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നിഷ്കളങ്കമായി അവരാവശ്യപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചൊരു കാര്യത്തെ ഈ രീതിയിൽ വക്രീകരിച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ ഈ ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതായത് ആർ ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ്, ധിക്കാരമാണ്. അവർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ, അതായത് BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയാനുള്ളൊരു ശ്രമമാണ് CPM വി കെ പ്രശാന്തും ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. 8 നിലയിൽ പൊട്ടി എന്നുള്ളത് അത് നേരെ തിരിച്ച് വന്നിരിക്കുന്നു എന്നുള്ളത്. കാരണം കോർപ്പറേഷൻ കഴിഞ്ഞ 40 വർഷത്തോളം ഭരിച്ചിരിക്കുന്നത് LDF ആണ്. അപ്പോൾ LDFൻ്റെ കാലത്ത് നടന്ന അധികാര ദുർവിനിയോഗം, നഗ്നമായ അധികാര ദുർവിനിയോഗം, അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം ഈ ഒരു പുതിയ എപ്പിസോഡ്. വി കെ പ്രശാന്തുമായി ബന്ധപ്പെട്ട ഓഫീസ് വിവാദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇതുപോലെ കോർപ്പറേഷൻ കെട്ടിടങ്ങളാണെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും ഇതെല്ലാം ഏത് രീതിയിലാണ് ദുർവിനിയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഇപ്പോൾ വി കെ പ്രശാന്തിൻ്റെ ഈ ഒരു ഓഫീസ് ഇഷ്യൂ മാറിയിരിക്കുകയാണ്. കാരണം തുച്ഛമായ വാടകയ്ക്കാണ് പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ നൽകിയിരിക്കുന്നത്. അത് തന്നെ പല ആളുകൾക്കും മറിച്ച് വാടകയ്ക്ക് നൽകി വലിയ ആദായം ഇടനിലക്കാരുണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ മാത്രം വാടക കൊള്ളാമെന്നൊക്കെ പറയാം, ഈ രീതിയിലുള്ള വലിയ റെവലേഷൻസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് മേയർ VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും BJPക്ക് ഒരു വടി കൊടുത്തിരിക്കുകയാണ് വി കെ പ്രശാന്തും CPM എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി കെ പ്രശാന്തിന് ഇതിൽ കൂടുതൽ ന്യായീകരിക്കാനൊന്നുമില്ല. പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും അതുകൂടാതെ പൊതുസമൂഹമൊക്കെ ന്യായം ശ്രീലേഖയ്ക്കൊപ്പമാണെന്നാണ് പറയുന്നത്. കാരണം 2 സംസ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ആ വിഷയത്തെ എങ്ങനെയാണ് ആർ ശ്രീലേഖ കൈകാര്യം ചെയ്തത്, എത്ര മാന്യമായ രീതിയിൽ മിതത്വത്തോടെയാണ് അവർ ആ ഓഫീസിലേക്ക് വന്ന് പ്രശാന്തുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചത്. തൻ്റെ സഹോദരനെ പോലെ കാണുന്നൊരു വ്യക്തിയാണ്, അത്രയും വ്യക്തിബന്ധം ഉണ്ടായതുകൊണ്ടാണ് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊരു വിവാദമാക്കാനല്ല ഉദ്ദേശിച്ചതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പ്രശാന്ത് അത് ഈ സൗഹൃദമെല്ലാം അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഇതൊരു വിവാദമാക്കി, ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി എന്നുള്ളത്. അത് തന്നെ CPMൻ്റെ സംസ്കാരവും BJPയുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. അത് എത്രത്തോളം വലിയൊരു ഡാമേജാണ് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന വിഗ്രഹത്തിൽ ഉണ്ടാക്കിയതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.